പരേഡിന് സമാരംഭം കുറിച്ചുകൊണ്ടുള്ള ബ്യൂഗിൾ കോൾ മുഴങ്ങുമ്പോൾ പരിശീലനത്തിൻ്റെ വിവിധ തലങ്ങളിൽ തൻ്റെ പ്രതിഭ തെളിയിച്ച് വിജയകരമായി പരിശീലനം പൂർത്തീകരിച്ച് പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ മോനിപ്പള്ളി ദേശത്ത് പേണ്ടാനത്ത് വീട്ടിൽ ശ്രീ മധുസൂദനൻ്റെയും ശ്രീമതി ഷീലയുടെ മകളും ശ്രീ VM മനോജിൻ്റെ പത്നിയും MSc സുവോളജി വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള ശ്രീമതി വർഷ മധുവാണ്. മകൻ ആര്യൻ വർഷ മനോജ് 2017 മുതൽ കേരള പോലീസ് വുമൺ കമാൻഡോ അംഗവും 2018 മുതൽ 2024 വരെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൽ അംഗവുമായിരുന്ന ശ്രീമതി വർഷ മധു ഈ സമയം സേനാംഗങ്ങളെ മൈതാന മധ്യത്തിലേക്ക് ആനയിക്കുന്നു. As the bugle sounds to mark the commencement of the parade, Srimati Varsha Madhu, who proved her mettle in various aspects of training and is selected as the second in command of the parade, lead the troops to the center of the field. നോക്കണേ ഇടയ്ക്ക് ഇന്നത്തെ പാസിംഗ് ഔട്ട് പരേഡ് നയിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ചെന്നീർക്കര ദേശത്ത് പുതയത്ത് വീട്ടിൽ ശ്രീ ബാബുജി PYയുടെയും ശ്രീമതി മറിയാമ്മ ബാബുജിയുടെയും മകനും MA ഇംഗ്ലീഷ് വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള ശ്രീ ബിബിൻ ജോൺ ബാബുജിയാണ്. ഈ സമയം പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡായ ശ്രീമതി വർഷ മധു പരേഡിൻ്റെ പൂർണ്ണ ചുമതല പരേഡ് കമാൻഡറായ ശ്രീ ബിബിൻ ജോൺ ബാബുജിക്ക് കൈമാറുന്നു. Now, the parade second in command, Srimati Varsha Madhu, hands over the paramount charge of the parade to the parade commander, Sri Bibin John Babuji.
ലെഫ്റ്റ് അപ്പ് ഇപ്പോൾ പരേഡിന്റെ പൂർണ്ണ ചുമതല പരേഡ് കമാൻഡറായ ശ്രീ ബിപിൻ ജോൺ ബാബുജി ഏറ്റെടുത്തിരിക്കുന്നു. Now, the parade commander Sri Bipin John Babuji has taken over the supreme charge of the parade. കേരള പോലീസ് അക്കാഡമിയിൽ ഇവർക്ക് പരിശീലനം നയിച്ചത് ADGP ശ്രീ പി വിജയൻ IPS, കേരള പോലീസ് അക്കാഡമി ഡയറക്ടർ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ കെ സേതുരാമൻ IPS അവർ, ശ്രീ എ അക്ബർ IPS അവർ, പോലീസ് സൂപ്രണ്ടുമാരായ ശ്രീമതി ഐശ്വര്യ പ്രശാന്ത് ഡോങ്രെ IPS അവർ, ശ്രീ കെ ഇ ബൈജു IPS അവർ, അസിസ്റ്റന്റ് ഡയറക്ടർ പോലീസ് സയൻസ് ശ്രീ കെ സലീം IPS അവർ, ഭരണവിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പി വാഹിദ് IPS അവർ, അസിസ്റ്റന്റ് ഡയറക്ടർ ട്രെയിനിങ് ശ്രീ AU സുനിൽ കുമാർ അവർ, അസിസ്റ്റന്റ് ഡയറക്ടർ ഔട്ട്ഡോർ ശ്രീ അജിത് കുമാർ CP അവർ, അസിസ്റ്റന്റ് ഡയറക്ടർ TNMTS ശ്രീ എസ് നജീബ് അവർ എന്നിവരാകുന്നു. ഔട്ട്ഡോർ പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കമാൻഡർമാരായ ശ്രീ രാജേഷ് KV, ശ്രീ ടിജോ KT, ശ്രീ സുരേഷ് കുമാർ, ശ്രീ ഷൈജു ആന്റണി, ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ രാജീവൻ NM, ശ്രീ ശ്യാം കുമാർ, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ ശ്രീ ദിലീപ് വേണുഗോപാൽ, ശ്രീ സാദിഖ് അലി, ശ്രീ അഭിജിത്ത് R, ശ്രീ അനന്തു സുഗുണൻ, ശ്രീ മണിയൻ എന്നിവരും SAമാരായ ശ്രീ ബിനോയ് CJ, ശ്രീ ഭുവനേശൻ, ശ്രീ സന്തോഷ്, ശ്രീ ഷിബു, ASAമാരായ ശ്രീമതി സൗദാമിനി, ശ്രീ ജയചന്ദ്രദാസ്, ശ്രീമതി രാജേശ്വരി, ശ്രീമതി മഞ്ജുള, ശ്രീമതി സന്ധ്യാദേവി എന്നിവരും ഹവിൽദാർമാരായ ശ്രീമതി ടിൽനാസി കോമറ്റം, ശ്രീ രഞ്ജിത്ത് കുമാർ VN, ശ്രീ ബിന്നു T, ശ്രീ സിജോ ജോയ്, ശ്രീ ഫൈസൽ സുലൈമാൻ, ശ്രീ ധനേഷ് K നാരായണൻ, ശ്രീ രജീഷ് K, ശ്രീ ജോയ് KA, ശ്രീ ബിനീഷ്, ശ്രീ ബിനിൽ DM, ശ്രീമതി കീർത്തി S ബാബു, ശ്രീമതി ഹസിയ, ശ്രീ വരുൺ, ശ്രീ സജൻ ദാസ്, ശ്രീ രജിൽ, ശ്രീ നവീൻ റോയ്, ശ്രീ ഹരിലാൽ, ശ്രീ ലിനു S, ശ്രീ സച്ചിൻ, ശ്രീ രാകേഷ്, ശ്രീ ജേക്കബ്, ശ്രീമതി സാൽവിയ വിൽസൺ, ശ്രീ സജിത് S, ശ്രീ ബിജോത് പയസ് എന്നിവരും സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീ അഭിലാഷ് വെള്ളിമറ്റം, ശ്രീ ജിനോയ് ജോസഫ് എന്നിവരും സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീമതി സിൻഡ്രല്ല, ശ്രീമതി സുവിത S, ശ്രീമതി മോനിഷ, ശ്രീ ജിനോയ്, ശ്രീ നബീല എന്നിവരും ആകുന്നു. 4 പ്ലട്ടൂണുകളാണ് ഇന്ന് ഈ പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരന്നിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ പ്ലട്ടൂണിനെ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം താലൂക്കിൽ ശ്രീകാര്യം ദേശത്ത് ഐക്കരവിളാകുത്തു വീട്ടിൽ ശ്രീ വിക്രമൻ ചെട്ടിയാരുടെയും ശ്രീമതി സുധയുടെയും മകനും എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള ശ്രീ അരുൺ VS നയിക്കുന്നു. രണ്ടാമത്തെ പ്ലട്ടൂണിനെ നയിക്കുന്നത് വയനാട് ജില്ലയിൽ മാനന്തവാടി താലൂക്കിൽ തൃശ്ശിലേരി ദേശത്ത് തേക്കിൻകാട്ടിൽ വീട്ടിൽ ശ്രീ സുരേന്ദ്രൻ്റെയും ശ്രീമതി ശോഭയുടെയും മകളും BSc കെമിസ്ട്രി B.Ed വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള ശ്രീമതി ശ്രുതി TS ആണ്. ഭർത്താവ് ശ്രീ അജിത് കുമാർ, മകൾ ത്രയ അജിത് കുമാർ. മൂന്നാമത്തെ പ്ലട്ടൂണിനെ പാലക്കാട് ജില്ലയിൽ പാലക്കാട് താലൂക്കിൽ മലമ്പുഴ ദേശത്ത് കാറ്റാടിക്കൽ വീട്ടിൽ ശ്രീ ജോസിൻ്റെയും ശ്രീമതി മിനിയുടെയും മകനും BSc മാത്തമാറ്റിക്സ് ബിരുദധാരിയുമായ ശ്രീ മിജോ ജോസ് നയിക്കുന്നു. ഭാര്യ ശ്രീമതി ക്രിസ്റ്റീന ജോസഫ്, മകൻ ജോഷുവ മിജോ. 2013 മുതൽ തണ്ടർബോൾട്ട് കമാൻഡോ വിംഗ് അംഗമായും 2016 മുതൽ 2024 വരെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിലെ കമാൻഡോ ആയും സേവനമനുഷ്ഠിക്കുകയും ചെയ്ത് മികവ് തെളിയിച്ച ശ്രീ മിജോ ജോസ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിലെ സേവന മികവിന് ഈ വർഷം പ്രഖ്യാപിച്ച 2023 വർഷത്തെ സംസ്ഥാന പോലീസ് മേധാവിയുടെ കമൻഡേഷൻ ഡിസ്കിന് അർഹനായ സേനാംഗം കൂടിയാണ്. നാലാമത്തെ പ്ലട്ടൂണിനെ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ കേളകം ദേശത്ത് എടാൻ വീട്ടിൽ ശ്രീ ബാലചന്ദ്രൻ്റെയും ശ്രീമതി ചന്ദ്രികയുടെയും മകളും BSc മാത്തമാറ്റിക്സ് വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള കുമാരി അനുശ്രുതി C ബാലൻ നയിക്കുന്നു. പരിശീലന കാലയളവിൽ സമസ്ത മേഖലകളിലും തങ്ങളുടെ പ്രതിഭ തെളിയിച്ച മികച്ച ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ പരിശീലനാർത്ഥി കൂടിയാണ് കുമാരി അനുശ്രുതി C ബാലൻ. കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും സാമൂഹ്യ നവോത്ഥാനത്തിലും രാഷ്ട്രീയ മുന്നേറ്റത്തിലും വാണിജ്യ വ്യാപാര വ്യവസായ മണ്ഡലങ്ങളിലും വിദ്യാഭ്യാസ വൈജ്ഞാനിക രംഗങ്ങളിലും കലാകായിക സാംസ്കാരിക മേഖലകളിലും സവിശേഷവും ശ്രദ്ധേയവുമായ സ്ഥാനം വഹിച്ചിട്ടുള്ള തൃശ്ശൂരിൻ്റെ സ്പന്ദന ദേശങ്ങളിലൊന്നായ രാമവർമ്മപുരത്ത് ഈ കുംഭമാസ പുലരിയിൽ ഉഷസൂര്യൻ ഉണർവിൻ്റെ കിരണങ്ങളാൽ അനുഗ്രഹം ചൊരിയുന്ന ഈ പ്രഭാതത്തിൽ അദൃശ്യമായതിനെ ദൃശ്യമാക്കി മാറ്റുന്നതിനുള്ള ആദ്യ പടിയായി ഇവിടെ അണിനിരന്നിരിക്കുന്ന 118 സബ് ഇൻസ്പെക്ടർമാരും
തങ്ങളുടെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്ന വേളയിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മളേവരും ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്നു. 20/2/2024 മുതൽ ഒരു വർഷകാലത്തിലധികം അവർ കഠിനമായ പരിശീലനത്തിന് വിധേയരായി. രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിനായി അവരുടെ കഴിവുകളും അറിവും ഉയർത്തി. അചഞ്ചലമായ സത്യസന്ധതയും സമഗ്രതയും പ്രകടമാക്കിക്കൊണ്ട് തത്വപരമായ പെരുമാറ്റത്തിൻ്റെയും സ്ഥിരതയുടെയും പ്രാധാന്യം അവർ ആന്തരികവൽക്കരിച്ചുകൊണ്ട് ശോഭനമായ ഭാവിയിലേക്കുള്ള പ്രതീക്ഷയുടെ വിളക്കുകളായി ഇതാ ഈ ശുഭമുഹൂർത്തത്തിൽ ദീപ്തമാകുന്നു. നീതി, ദേശസ്നേഹം എന്നിവയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയോടെ ഈ സമർപ്പിത വ്യക്തിത്വങ്ങളുടെ ആവലി അഖണ്ഡത, രാജ്യസ്നേഹം എന്നിവയുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നു. നമ്മുടെ രാജ്യത്തെ മികവോടെ സേവിക്കാനും സംരക്ഷിക്കാനും സജ്ജരായിരിക്കുന്നു. മൃദുഭാവേ ദൃഢകൃത്യേ എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതാണ് ഓരോ പോലീസുകാരൻ്റെയും പ്രധാന കർത്തവ്യം. ഈ സമയം ബഹുമാനപ്പെട്ട കേരള പോലീസ് അക്കാദമി ഡയറക്ടർ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ കെ സേതുരാമൻ IPS അവർകൾ ഡൈസിലെത്തി സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കുന്നു. At this time, the respected Director, Kerala Police Academy, Inspector General of Police, Sri K. Sethuraman IPS, arrives the dais and the parade pays compliment. Attention! Parade! General salute! Present arms! Parade! Order! Arms! Parade! Stand and seize! ഇന്ന് സേവനപാതയിലേക്ക് ഹരിശ്രീ കുറിക്കുന്ന 118 സബ് ഇൻസ്പെക്ടർ പരിശീലനാർത്ഥികളിൽ 15 ബിരുദാനന്തര ബിരുദധാരികളും 3 വീതം M.Tech BE ബിരുദധാരികളും 6 MBA ബിരുദധാരികളും 41 B.Tech ബിരുദധാരികളും 48 ബിരുദധാരികളും B.Ed വിദ്യാഭ്യാസ യോഗ്യതയുള്ള 2 പേരും ഉൾപ്പെടുന്നു. The 118 sub-inspector trainees who are stepping into the service path today comprises of 15 postgraduates, 3 M.Tech holders, 3 BE graduates, 6 MBA holders, 41 B.Tech graduates, 48 graduates and 2 persons with B.Ed as their educational qualifications. 103 പുരുഷന്മാരും 15 വനിതകളും അടങ്ങുന്ന ഈ സഞ്ചയത്തിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്നും 19 പേർ വീതവും 3 പേർ വീതം പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നിന്നും, ആലപ്പുഴ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് 4 പേർ വീതവും, തൃശൂർ ജില്ലയിൽ നിന്നും 14 പേരും, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നും 9 പേർ വീതവും, കോഴിക്കോട് ജില്ലയിൽ നിന്നും 13 പേരും, വയനാട് ജില്ലയിൽ നിന്ന് ഒരാളും, കണ്ണൂർ ജില്ലയിൽ നിന്ന് 10 പേരും, കോട്ടയം ജില്ലയിൽ നിന്നും 8 പേരും ഉൾപ്പെടുന്നു. ഇൻഡോർ പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇൻഡോർ വിഭാഗം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ PB പ്രശോഭ്, ഡിവൈഎസ്പിമാരായ ശ്രീ ദേവദാസ്, ശ്രീ ഷാജ് ജോസ്, ശ്രീ ബൈജു, ശ്രീ യൂനസ്, HOD ഫോറൻസിക് സയൻസ് ശ്രീമതി ശ്രീവിദ്യ KV, HOD ലോ ശ്രീമതി CC ജോസഫ്, HOD കമ്പ്യൂട്ടർ സയൻസ് ശ്രീമതി IBA ഖാദർ, HOD ഫോറൻസിക് മെഡിസിൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, HOD ബിഹേവിയറൽ സയൻസ് ശ്രീമതി ലക്ഷ്മി എന്നിവരും പോലീസ് ഇൻസ്പെക്ടറും അസിസ്റ്റന്റ് കോർഡിനേറ്ററുമായ പോലീസ് ഇൻസ്പെക്ടർ ശ്രീ EP രാംദാസ്, പോലീസ് ഇൻസ്പെക്ടർമാരായ ശ്രീ PC ചാക്കോ, ശ്രീ നിയാസ്, ശ്രീ സിബിൻ, ശ്രീ ഹണി കെ ദാസ് എന്നിവരും. സബ് ഇൻസ്പെക്ടർമാരായ ശ്രീമതി ഷാരുണ ജയലാനി, ശ്രീ പ്രദീപ്, ശ്രീ ജോസഫ്, ശ്രീ ഹരി, ശ്രീ KM ആനന്ദൻ, ശ്രീ സുധീർ, ശ്രീ കൃഷ്ണനുണ്ണി, ശ്രീ ടെബി ജോസ്, ശ്രീ മുഹമ്മദ് സഗീർ, ശ്രീ ഷാനവാസ്, ശ്രീ റിജേഷ്, ശ്രീ സന്തോഷ്, ശ്രീ റഷീദ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ശ്രീ സുന്ദരൻ, രാജീവ്, രാജേന്ദ്രൻ, പ്രദോഷ്, ദീപക്, ശ്രീമതി വീരജ, ശ്രീമതി മിനി PF, ശ്രീമതി റഹിയാനത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീ ഷാജു, ശ്രീ സനൽ, ശ്രീ ഫാസിൽ, ശ്രീ പ്രവീൺ എന്നിവരും ബഹുമാന്യരായ മറ്റ് ഇൻഡോർ ഫാക്കൽറ്റികളും ആകുന്നു. ഇരുണ്ടുകൂടിയ കാർമേഘത്തിന് കീഴിൽ അലറി വിളിക്കുന്ന ഇടിമിന്നലിനെ ഭയപ്പെടാതെ ഇടവപ്പാതയിലെ കോരിച്ചേരുന്ന പേമാരിയെ അതിജീവിച്ച് ഞാറ്റുവേലകൾ പേറുന്ന മിഥുനമാസവും താണ്ടി കർക്കിടകവറുതിയെ കാറ്റിൽ പറത്തി പൊന്നിൻ ചിങ്ങത്തിലെ ഓണത്തിൻ്റെ പുണ്യവും ആവാഹിച്ച് തുലാവർഷകാലത്തെ മഴയിൽ കുതിരാതെ വെയിലേറ്റു വാടാതെ വൃശ്ചികക്കുളിരിൽ വിറകൊള്ളാതെ
മഞ്ഞുപെയ്യുന്ന ധനുവും മകരവും ഉൾക്കരുത്തിനാൽ വിജയിച്ച് 1000 പ്രതീക്ഷകളുടെ താരകങ്ങൾ ചിരാതൊരുക്കുന്ന കുംഭരാവുകളെ സാക്ഷിയാക്കി പൊള്ളുന്ന മീനച്ചൂടിനെ ലക്ഷ്യബോധത്തിൻ്റെ കുടവിരിച്ച് പ്രതിരോധിച്ച് 1 കൊല്ലത്തോളം നീണ്ടു നിൽക്കുന്ന പരിശീലന കാലയളവിൽ മഴയും വെയിലും കൊണ്ട് കാറ്റും പൊടിയും ചൂടും തണുപ്പുമേറ്റ് വേനലും വസന്തവും ശിശിരവും താണ്ടി വെല്ലുവിളികൾ നിറഞ്ഞ വിവിധ പരിശീലന മുറകളിലൂടെ ഈ 118 പരിശീലനാർത്ഥികൾ വിമലീകരിക്കപ്പെടുമ്പോൾ അവർ സമൂഹത്തെ മാതൃകാപരമായി നയിക്കാനും പ്രചോദിപ്പിക്കാനും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാനും പഠിക്കുന്നു. ശാരീരിക പരിശീലനം എന്നത് കേവലം വ്യക്തിഗത ശക്തി വളർത്തിയെടുക്കൽ മാത്രമല്ല, അത് നേതൃത്വ വികസനത്തിൻ്റെ നിർണായക ഘടകം കൂടിയാണ്. Crossing the days and nights of an year with one mind, when the movement of the clock hands moves forward and the time is taken, they have achieved the summit of service pride. Congratulations to one and all 31B batch police sub-inspectors. ഇത് അഭിമാന മുഹൂർത്തം. ഈ നാഴികക്കല്ല് അവരുടെ കഠിനമായ സമർപ്പണത്തെ അടയാളപ്പെടുത്തുകയും ചുമതലകൾക്കായി അവരെ സജ്ജമാക്കുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, ലിംഗസമത്വം, സാമൂഹിക നീതി എന്നിവ കൂടാതെ ഉയർന്ന സാക്ഷരതാ നിരക്കിനും പുരോഗമനപരമായ നിലപാടുകൾക്കും പേരുകേട്ട കേരളത്തിന് ഇവർ പുതിയ മുതൽക്കൂട്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ സമയം ബഹുമാന്യനായ കേരള സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPS അവർകൾ ഡയസിലെത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നു. At this time, the respected Kerala State Police Chief, Dr. Sheikh Darvesh Sahib IPS, arrives at the dais and the parade pays compliment. Attention! General salute! Present out! അതിവിശിഷ്ടമായ ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥി കേരള സംസ്ഥാനത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ്. കൂടാതെ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPS അവർകൾ, കേരള പോലീസ് അക്കാദമി ഡയറക്ടർ IGP ശ്രീ K. സേതുരാമൻ IPS അവർകൾ, പ്രിയ ജനപ്രതിനിധികൾ എന്നിവരും പോലീസ് സേനയിലെയും മറ്റു വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും വിശിഷ്ട വ്യക്തിത്വങ്ങളും ഈ ചടങ്ങിനെ തങ്ങളുടെ മഹനീയ സാന്നിധ്യത്താൽ ധന്യമാക്കുന്നു. The chief guest of the parade is the Honorable Chief Minister of Kerala State, Sri Pinarayi Vijayan. In addition, the State Police Chief, Dr. Sheikh Darvesh Sahib IPS, Director of the Kerala Police Academy, IGP Sri K. Seythuraman IPS, people's representatives and other higher officials and distinguished personalities from the police department and other departments grace this auspicious event with their esteemed presence. Honorable Chief Minister's presence highlights the significance of this occasion and reinforces his commitment towards state's law enforcement and development. 20/2/2024 തീയതിയാണ് കേരള പോലീസ് അക്കാദമിയിൽ 31B സബ് ഇൻസ്പെക്ടർ ബാച്ചിൻ്റെ 1 വർഷത്തെ അടിസ്ഥാന പരിശീലനത്തിൻ്റെ ആരംഭം കുറിച്ചത്. കായികപരമായ പരിശീലനത്തിന് പുറമെ ഔട്ട്ഡോർ വിഭാഗത്തിൽ പരേഡ്, ശാരീരിക ക്ഷമതാ പരിശീലനം, നീന്തൽ, ആയുധ പരിശീലനം, ഫയറിംഗ്, യോഗ, അണാം കോമ്പാക്ട്, ഫയർ ആൻഡ് സേഫ്റ്റി, കൊറിയൻ ആയോധന കലയായ തൈക്കോണ്ടോ എന്നീ വിഷയങ്ങളിലും വിജയകരമായി പരിശീലനം നൽകി. കൂടാതെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ കൊച്ചിയിലും സദേൺ നേവൽ കമാൻഡ് ആസ്ഥാനത്തും വിവിധ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുകളിലും മലപ്പുറം അരീക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ കീഴിൽ ജംഗിൾ വാർഫെയർ, കമാൻഡോ ഓപ്പറേഷൻ ട്രെയിനിംഗ് എന്നിവയിലും ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിംഗ് സെൻ്ററിലും വിദഗ്ധ പരിശീലനവും ഇവർക്ക് നൽകി. അത്യാധുനിക ആയുധങ്ങളായ AK-47, MP5, ഇൻസാസ്, SLR, ഗ്ലോക്ക് 19, പിസ്റ്റൾ, ഘാതക് എന്നിവ കൈകാര്യം ചെയ്യുന്നതിലും ഇവർ പ്രാഗൽഭ്യം നേടിയിട്ടുണ്ട്. പരിശീലന കാലയളവിൽ കായിക പരിശീലനം കൂടാതെ നിയമവിഷയങ്ങളായ ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ നടപടിക്രമം,
എന്നീ വിഷയങ്ങളിലുള്ള അറിവ് മികച്ച അധ്യാപകർ പ്രദാനം ചെയ്ത പാഠങ്ങളിലൂടെ ഇവർ നേടിയെടുത്തിട്ടുണ്ട്. ഈ സമയം ഈ ചടങ്ങിനെ തൻ്റെ സാന്നിധ്യത്താൽ ധന്യമാക്കാൻ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മുഖ്യാതിഥി കേരള സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ ഡയസിലെത്തി പരേഡിൻ്റെ അഭിവാദ്യം സ്വീകരിക്കുന്നതും തുടർന്ന് പരേഡ് പരിശോധിക്കുന്നതുമാണ്. Hospital parade is ready for inspection, sir.
ഭാരതത്തിൻ്റെ ഐക്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും മഹത്തായ പ്രതീകമായ ഇന്ത്യൻ ദേശീയ പതാക കേരള പോലീസ് വകുപ്പിൻ്റെയും കേരള പോലീസ് അക്കാദമിയുടെയും പതാകകളുടെ അകമ്പടിയോടെ ശ്രുതിമധുരമായ വാദ്യസംഗീതത്തിൻ്റെ ഈണത്തിലിഴുകിച്ചേർന്ന് സേനാംഗങ്ങൾ അല്പസമയത്തിനകം ഈ ചടങ്ങിലേക്ക് ആനയിക്കുന്നതാണ്. Kindly grant the permission for oath-taking ceremony, sir. The Indian national flag, which spreads the indomitable passion of patriotism in the veins of every Indian at the very side, accompanied by the flags of Kerala Police Department and Kerala Police Academy, is to be arrived to the center shortly. ഈ സമയം സേനാംഗങ്ങൾ നിറഞ്ഞ മനസ്സോടെ ദേശീയ പതാകയ്ക്ക് ആദരവർപ്പിച്ച് ദേശീയഗാനത്തിൻ്റെ അകമ്പടിയോടെ നാഷണൽ സല്യൂട്ട് പ്രിസന്റാം നൽകുന്നതാണ്. ദേശീയഗാനം ആലപിക്കുമ്പോൾ ആദരസൂചകമായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കേണ്ടതും യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥർ ദേശീയ പതാകയ്ക്ക് സല്യൂട്ട് ചെയ്യേണ്ടതുമാണ്. National salute! Present!
ഈ സമയം 118 സബ് ഇൻസ്പെക്ടർ പരിശീലനാർത്ഥികൾ അശോക ചക്രാങ്കിത ത്രിവർണ്ണ പതാകയെ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പരിശീലനാർത്ഥികൾക്കുള്ള സത്യപ്രതിജ്ഞാ വാചകം അസിസ്റ്റന്റ് ഡയറക്ടർ ഔട്ട്ഡോർ ശ്രീ അജിത് കുമാർ CP അവർ ചൊല്ലിക്കൊടുക്കുന്നു. At this moment, the 118 sub-inspector cadet take the oath in the presence of the Ashoka Chakra emblazoned tricolor flag. The oath will be recited to the trainees by the Assistant Director Outdoor, Sri Ajit Kumar CP. Taking ceremony. And change out. ഞാൻ ഇന്ത്യ രാജ്യത്തോടും വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും കേരള സംസ്ഥാന പോലീസ് സേനയിലെ ഒരംഗം എന്ന നിലയിൽ സത്യസന്ധമായും നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും പക്ഷഭേദം, സ്വജനപ്രീതി, വിദ്വേഷം, പ്രതികാരബുദ്ധി എന്നിവയ്ക്ക് അതീതമായി എന്റെ പരമാവധി അറിവും കഴിവും കാര്യക്ഷമതയും ഉപയോഗിച്ച് ഭരണഘടനയിൽ ഉദ്ഘോഷിച്ചിട്ടുള്ളതുപോലെ വ്യക്തികളുടെ അന്തസ്സും അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് പോലീസിന്റെ അന്തസ്സിന് ചേർന്ന രീതിയിൽ ഒരു പോലീസ് സേനാംഗം എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും നിർവഹിക്കുമെന്നും സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു. ഈ പാസിംഗ് ഔട്ട് പരേഡിൻ്റെ ഏറ്റവും ആകർഷണീയമായ കാഴ്ചയ്ക്കാണ് നമ്മളിനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ചിട്ടയായ പരിശീലനത്തിലൂടെ നേടിയെടുത്ത നൈപുണ്യങ്ങളും ധിഷണാപരമായ അച്ചടക്കവും പ്രദർശിപ്പിക്കുന്ന പരേഡ് ഇതാ സമാരംഭിക്കുകയായി. ഈ സമയം പരേഡ് സ്ലോ മാർച്ചിലും തുടർന്ന് ക്യുക്ക് മാർച്ചിലും വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. Move to the right in column of threes. Right, right, check.
Inside time. Number 1 platoon leading. Number 1 platoon will advance to the right. Throw. March. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് പരേഡ് കമാൻഡർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ ബിപിൻ ജോൺ ബാബുജി, പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീമതി വർഷ മധു. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ അരുൺ VS നയിക്കുന്ന ഒന്നാമത്തെ പ്ലട്ടൂൺ ഈ സമയം മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നു. The first platoon, led by Sub Inspector of Police Sri Arun VS, is now passing by paying honor to the chief guest. ഈ സമയം വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീമതി ശ്രുതി TS നയിക്കുന്ന രണ്ടാമത്തെ പ്ലട്ടൂൺ. At this time, the second platoon, led by Sub Inspector of Police Srimati Arun Shruti TS, is passes by paying honor to the esteemed chief guest. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ മേജർ ജോസ് നയിക്കുന്ന മൂന്നാമത്തെ പ്ലട്ടൂൺ ഈ സമയം വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നു. Now the third platoon, led by Sub Inspector of Police Sri Mijo Jose, is passing by paying honor to the chief guest. അവസാനമായി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കുമാരി അനുശ്രുതി C ബാലൻ നയിക്കുന്ന നാലാമത്തെ പ്ലട്ടൂൺ ഈ സമയം വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നു. Last but not the least, the fourth platoon, led by Sub Inspector of Police Sri Kumari Anushrudi C Balan, passes by greeting the distinguished guest. കേരള പോലീസിന്റെ ആപ്തവാക്യങ്ങൾ നെഞ്ചിലേറ്റി അർപ്പണബോധത്തിന്റെ പ്രതീകങ്ങളായ കാക്കി വസ്ത്രവും തൊപ്പിയും അരപ്പട്ടയും ധരിച്ച് ഈ 118 സബ് ഇൻസ്പെക്ടർ പരിശീലനാർത്ഥികളും അചഞ്ചലമായ മനോഭാവത്തോടെ നീതിയുടെ പ്രകാശം പരത്തിക്കൊണ്ട് തങ്ങളുടെ പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്ന ഈ വേളയിൽ
അവരെല്ലാം തന്നെ കേരളത്തിൻ്റെ നിയമപാലനത്തിലെ ഭൂമിയിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നതിനായി ഒരുങ്ങുന്ന മനോഹരമായ മുഹൂർത്തത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ആത്മവിശ്വാസത്തോടും കൃത്യതയോടും ചേർന്ന് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ജനങ്ങളെ സമർപ്പിതമായി സേവിക്കുന്നതിനായി കുലീനമായ സേവന പാതയിലെ ആദ്യ ചുവടുകൾ വെക്കാൻ 118 പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നു. നാടിന്റെ പ്രതീക്ഷകൾ പ്രചോദിപ്പിക്കുകയും വിജയത്തിന്റെ ക്യാൻവാസിൽ തിളക്കമാർന്ന നിറങ്ങൾ വരയ്ക്കുകയും ചെയ്യുന്ന ശോഭനമായ നാളെയുടെ തുടക്കക്കാരായി അവർ മാറട്ടെ. As these 118 sub-inspectors begin their journey of service, they become part of a proud endeavor that combines commitment to the people of Kerala and a tradition of service. ഏറ്റെടുക്കുന്ന ഭാവി ചുമതലകളിലെല്ലാം വിജയം നേടിക്കൊണ്ട് അവർ സമൂഹത്തിൽ മാതൃകാപരമായ സ്വാധീനം ചെലുത്തട്ടെ. ഈ വിശേഷ അവസരത്തിൽ നമുക്ക് എല്ലാവിധ ആശംസകളും അവർക്ക് നേരാം. Parade Commander Sri Bipin John Babuji, 2IC Srimati Varsha Madhu, followed by the 1 platoon led by Sri Arun V.S. ഇപ്പോൾ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നു ശ്രീമതി സുധി T.S. നയിക്കുന്ന രണ്ടാമത്തെ പ്ലട്ടൂൺ. Now the third platoon led by Sri Major Jose passes by paying honor to the chief guest. അവസാനമായി വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നു കുമാരി അനുശ്രുതി സി ബാലൻ നയിക്കുന്ന നാലാമത്തെ പ്ലട്ടൂൺ. ഇവരുടെ ആത്മവിശ്വാസവും കൃത്യതയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രേഷ്ഠമായ സേവന ജീവിതത്തിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ ഇവരെ ഇതാ സജ്ജമാക്കിയിരിക്കുന്നു. നീതിയുടെയും ശാന്തിയുടെയും കാവലാളുകളായ പൊതുജന സേവകരായി അവർ മാറുന്നതിന് എല്ലാ മംഗളങ്ങളും നേരുന്നു. പ്രതിജ്ഞാവാചകം ഏറ്റുചൊല്ലി പൊതുജന സേവകരാകുന്ന 31 ബി ബാച്ചിലെ 118 സബ് ഇൻസ്പെക്ടർ പരിശീലനാർത്ഥികൾക്കും എല്ലാ നന്മകളും നേരുന്നു. ഇവരുടെ നിസ്വാർത്ഥ സേവനം രാഷ്ട്രത്തിന് മഹത്തായൊരു യുഗത്തിന് തുടക്കമിടുന്ന ശ്രുതിമധുരമായ ഉണർവിന്റെ ആഹ്വാനമാകട്ടെ. Wishing all the best to the 118 sub-inspectors of 31 B batch who are becoming public servants by taking the oath. May their selfless service be a sweet wake-up call marking the commencement of a great era. തങ്ങളെ കാത്തിരിക്കുന്ന കർമ്മപദത്തിന്റെ വിശാലതയിലേക്ക് ഈ 118 സബ് ഇൻസ്പെക്ടർമാരും ചുവടുവെക്കുമ്പോൾ നമുക്കവരെ അഭിമാനത്തോടെ അതിലേറെ ആനന്ദത്തോടെ നിറഞ്ഞ കൈയടികളോടെ സ്വീകരിക്കാം.
ഇപ്പോൾ ഉറച്ച ചൂടുകളുമായി ഏകാഗ്രമായ മനസ്സോടെയും മൂർത്തമായ ആത്മവിശ്വാസത്തോടെയും മുന്നേറുന്ന റിവ്യൂ ഓർഡർ മാർച്ച് നടക്കപ്പെടുന്നു. പരേഡ് റിവ്യൂ ഓർഡർ മാർച്ച് ചെയ്യുന്നതും മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതുമാണ്. Now, the parade, enriched with concrete confidence, will advance in review order march with determined steps, with a single mind, and pay salute to the chief guest. Parade will advance in review order. Once and there, wait, march. General salute, present, out. Commanders, return, sir. ഈ സമയം പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ചവർക്കുള്ള അംഗീകാരം നൽകുന്ന ചടങ്ങാണ് നടക്കുന്നത്. അംഗീകാരം നൽകുന്നതിനായി ബഹുമാന്യനായ മുഖ്യാതിഥി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ സാദരം ക്ഷണിക്കുന്നു. ബെസ്റ്റ് ഇൻഡോർ ശ്രീമതി ശ്രുതി TS. പരിശീലന കാലയളവിൽ ഇൻഡോർ വിഷയങ്ങളിൽ മികവ് തെളിയിച്ച് ബെസ്റ്റ് ഇൻഡോറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വയനാട് ജില്ലയിൽ മാനന്തവാടി താലൂക്കിൽ തൃശ്ശീലേരി ദേശത്ത് തേക്കിൻകാട്ടിൽ വീട്ടിൽ ശ്രീ സുരേന്ദ്രൻ്റെയും ശ്രീമതി ശോഭയുടെയും മകളും BSc കെമിസ്ട്രി B.Ed വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള ശ്രീമതി ശ്രുതി TS ആണ്. ഭർത്താവ് ശ്രീ അജിത് കുമാർ, മകൾ ത്രയ അജിത് കുമാർ. ഇന്നത്തെ പാസിംഗ് ഔട്ട് പരേഡിനായി അണിനിരുന്ന രണ്ടാമത്തെ പ്ലറ്റൂണിന്റെ കമാൻഡർ കൂടിയായ ശ്രീമതി ശ്രുതി TS ഈ സമയം മുഖ്യാതിഥിയിൽ നിന്നും ബെസ്റ്റ് ഇൻഡോർ ട്രോഫി സ്വീകരിക്കുന്നു. ബെസ്റ്റ് ഔട്ട്ഡോർ ശ്രീമതി വർഷ മധു. പരിശീലന കാലയളവിൽ വിവിധ ഔട്ട്ഡോർ വിഷയങ്ങളിൽ മികവ് തെളിയിച്ച് ബെസ്റ്റ് ഔട്ട്ഡോറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ മോനിപ്പള്ളി ദേശത്ത് പേണ്ടാനത്ത് വീട്ടിൽ ശ്രീ മധുസൂദനന്റെയും ശ്രീമതി ഷീലയുടെയും മകളും ശ്രീ VM മനോജിന്റെ പത്നിയും MSc സുവോളജി വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള ശ്രീമതി വർഷ മധു ആണ്. മകൻ ആര്യൻ വർഷ മനോജ് 2017 മുതൽ കേരള പോലീസ് വുമൻ കമാൻഡോ വിംഗ് അംഗവും 2018 മുതൽ 2024 വരെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിലെ അംഗവുമായി പ്രവർത്തിച്ച ഇന്നത്തെ പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് കൂടിയായ ശ്രീമതി വർഷ മധു ഈ സമയം മുഖ്യാതിഥിയിൽ നിന്നും ബെസ്റ്റ് ഔട്ട്ഡോർ ട്രോഫി സ്വീകരിക്കുന്നു.
ബെസ്റ്റ് ഷൂട്ടർ ശ്രീ മിജോ ജോസ്. പരിശീലന കാലയളവിൽ വിവിധ ആയുധങ്ങളുടെ ഉപയോഗത്തിലും ഫയറിങ്ങിലും മികവ് തെളിയിച്ച് ബെസ്റ്റ് ഷൂട്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് താലൂക്കിൽ മലമ്പുഴ ദേശത്ത് കാറ്റാടിക്കൽ വീട്ടിൽ ശ്രീ ജോസിൻ്റെയും ശ്രീമതി മിനിയുടെയും മകനും BSc മാത്തമാറ്റിക്സ് ബിരുദധാരിയുമായ ശ്രീ മിജോ ജോസ് ആണ്. ഭാര്യ ശ്രീമതി ക്രിസ്റ്റീന ജോസഫ്, മകൻ ജോഷുവ മിജോ. 2013 മുതൽ തണ്ടർബോൾട്ട് കമാൻഡോ വിംഗ് അംഗമായും 2014 മുതൽ 2024 വരെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൽ കമാൻഡോ ആയി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത ശ്രീ മിജോ ജോസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ സേവന മികവിന് ഈ വർഷം പ്രഖ്യാപിച്ച 2023 വർഷത്തെ സംസ്ഥാന പോലീസ് മേധാവിയുടെ കമൻഡേഷൻ ഡിസ്കിന് അർഹനായ സേനാംഗം കൂടിയാണ്. ഇന്നത്തെ പാസിംഗ് ഔട്ട് പരേഡിനായി അണിനിരന്ന 3ാമത്തെ പ്ലറ്റൂണിൻ്റെ കമാൻഡർ കൂടിയായ ശ്രീ മിജോ ജോസ് ഈ സമയം മുഖ്യാതിഥിയിൽ നിന്നും ബെസ്റ്റ് ഷൂട്ടർ ട്രോഫി സ്വീകരിക്കുന്നു. ബെസ്റ്റ് ഓൾറൗണ്ടർ ശ്രീ ബിപിൻ ജോൺ ബാബുജി. പരിശീലന കാലയളവിൽ സമസ്ത മേഖലകളിലും മികവ് തെളിയിച്ച് ബെസ്റ്റ് ഓൾറൗണ്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ചെന്നീർക്കര ദേശത്ത് പുതേത്ത് വീട്ടിൽ ശ്രീ ബാബുജി PYയുടെയും ശ്രീമതി മറിയാമ്മ ബാബുജിയുടെയും മകനും MA ഇംഗ്ലീഷ് വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള ശ്രീ ബിപിൻ ജോൺ ബാബുജിയാണ്. 2016 US ഗവൺമെന്റിന്റെ ഗ്ലോബൽ അണ്ടർ ഗ്രാജുവേറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വിർജീനിയയിലുള്ള ഓൾ ഡൊമിനിയൻ യൂണിവേഴ്സിറ്റിയിൽ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റിന്റെ സ്കോളർഷിപ്പോട് കൂടി ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുള്ളതും ഇന്നത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ പരേഡ് കമാൻഡറും കൂടിയായ ശ്രീ ബിപിൻ ജോൺ ബാബുജി ഈ സമയം മുഖ്യാതിഥിയിൽ നിന്നും ബെസ്റ്റ് ഓൾറൗണ്ടർ ട്രോഫി സ്വീകരിക്കുന്നു. മികവ് തെളിയിച്ചവർക്കുള്ള അംഗീകാരങ്ങൾ നൽകിയ ആദരണീയനായ മുഖ്യാതിഥിക്ക് ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. പരിശീലന കാലയളവിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള അംഗീകാരം നൽകുന്ന ചടങ്ങ് ഇവിടെ പൂർണ്ണമാകുന്നു. Expressing heartfelt gratitude to the esteemed chief guests for recognizing those who have demonstrated excellence during their training tenure. With this, the prize distribution ceremony is being concluded. പാസിംഗ് ഔട്ട് പരേഡിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായ മുഖ്യാതിഥി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളെ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 31 B ബാച്ചിലെ 118 സബ് ഇൻസ്പെക്ടർമാരാണ് ഇന്ന് പോലീസ് സേനയുടെ ഭാഗമാകുന്നത്.
പോലീസ് സേനയുടെ ഭാഗമാകുന്ന നിങ്ങളേവരെയും ഹാർദമായി അഭിവാദ്യം ചെയ്യട്ടെ. നിങ്ങൾ കേരള പോലീസിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കാര്യക്ഷമതയുള്ള പോലീസ് സേനയുടെ ഭാഗമായാണ് മാറുന്നത് എന്ന അഭിമാനബോധം നിങ്ങളെല്ലാവർക്കും ഉണ്ടാകണമെന്നാണ് ആദ്യമേ തന്നെ സൂചിപ്പിക്കാനുള്ളത്. ഇത് നിരന്തരമായ ശ്രമത്തിൻ്റെ ഭാഗമായി കേരള പോലീസിന് നേടിയെടുക്കാൻ കഴിഞ്ഞതാണ്. പോലീസ് സേനയുടെ ഭാഗമാകുന്ന നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ കാര്യങ്ങളിൽ തുടർന്നുള്ള പങ്കുവഹിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒട്ടേറെ പേരാണ് ഉള്ളത്. 39 പേർ എഞ്ചിനീയറിംഗ് ബിരുദധാരികളാണ്. നമ്മുടെ പോലീസ് സേനയിൽ അടുത്ത കാലത്തായി കണ്ടുവരുന്നൊരു പ്രവണത ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള പലരും പോലീസ് സേനയുടെ ഭാഗമാകുന്നുവെന്നാണ്. നിങ്ങൾ ഓഫീസർ ലെവലിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്നാൽ പോലീസ് സേനയുടെ ഭാഗമായി തന്നെ ഇത്തരത്തിലുള്ള ഉയർന്ന ബിരുദമുള്ള ഒട്ടേറെ പേർ അംഗങ്ങളാകുന്നു എന്നത് അടുത്ത കാലത്തുള്ള പ്രവണതയാണ്. MTech ബിരുദധാരികൾ 3 പേരുണ്ട്, MBAക്കാർ 3 പേരുണ്ട്, ബിരുദാനന്തര ബിരുദ യോഗ്യതയുള്ള 18 പേരുമുണ്ട്. ഇത് കാണിക്കുന്നത് കേരള പോലീസിൻ്റെ മികവ് ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ നിങ്ങളുടെ പങ്കാളിത്തം ഇടയാക്കുമെന്ന് തന്നെയാണ്. ഇവിടെ സാധാരണ ക്രമസമാധാന ചുമതലയാണ് പോലീസിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. പക്ഷേ ആധുനിക കാലത്ത് പ്രത്യേകിച്ച് അടുത്ത കാലത്തുള്ള നമ്മുടെ കേരളത്തിൻ്റെ സവിശേഷത കേവലം ക്രമസമാധാന ചുമതല മാത്രം വഹിക്കുന്നവരല്ല പോലീസ് സേന എന്നുള്ളതാണ്. നമ്മുടെ നാട് വിവിധ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ ഏറ്റവും മാതൃകാപരമായി നാടിനോടൊപ്പം ചേർന്ന് ആ ദുരന്തബാധിതരെ സഹായിക്കുന്നതിനും രക്ഷപ്പെടുത്തുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനും സ്തുത്യർഹമായ സേവനമാണ് കേരള പോലീസ് നടത്തിയിട്ടുള്ളത്. ജനങ്ങൾ ഒരു പോലീസ് സേന അംഗത്തെ അവരുടെ ഒരു സുഹൃത്തായും ആപൽഘട്ടത്തിലുള്ള രക്ഷകനായുമാണ് കാണുന്നത്.
ഇതായിരിക്കണം നിങ്ങളുടെ സർവീസ് കാലയളവിൽ നിങ്ങളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം. പോലീസ് സേനയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്താണ് നിങ്ങൾ ഇരിക്കാൻ പോകുന്നത്. ആദ്യ വർഷങ്ങൾ നിങ്ങളുടെ സർവീസ് ജീവിതത്തിലെ ഏറ്റവും ത്രസിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാനിടയുള്ള വർഷങ്ങളാണ്. കാരണം പുതുതായി പോലീസിൽ ചേരുന്നു, ചെറുപ്പമാണ്. പഴയ കാലത്ത് സബ് ഇൻസ്പെക്ടർമാർ പുതുതായി ചേർന്നാൽ താനിവിടെ എത്തിയിരിക്കുന്നുവെന്ന് കാണിക്കാനുള്ള ചില വിദ്യകൾ കാണിക്കാറുണ്ട്. അതൊന്നും ഇന്നത്തെ കാലത്തിന് ചേർന്നതല്ല എന്നാദ്യമേ മനസ്സിലുണ്ടാകും. സേവനമാണ് ഏറ്റവും പ്രധാനം. അധികാരത്തിൻ്റെ ശേഷി കാണിക്കലോ അതിൻ്റെ ഭാഗമായി സാധാരണക്കാരെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കലോ അല്ല പോലീസിൻ്റെ കടമ എന്നത് നാം കാണുന്നു. പഴയ ശീലങ്ങൾ വലിയ തോതിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു നാടാണ് നമ്മുടേത്. അത് കണക്കാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം. കേരളത്തിലെ പോലീസ് കുറ്റങ്ങൾ തെളിയിക്കുന്നതിലും കുറ്റവാളികളെ പിടികൂടുന്നതിലും മാതൃകാപരമായ ശേഷിയാണ് പ്രകടിപ്പിക്കുന്നത്. എല്ലാവരും അനുമോദിക്കുന്ന കാര്യമാണ്. അതനുസരിച്ച് കഴിവ് തെളിയിക്കാൻ നിങ്ങൾക്കും ആവണം. ഒട്ടേറെ വിദഗ്ധ പരിശീലനമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. എല്ലാ മേഖലയുമായും ബന്ധപ്പെട്ട് ഉന്നതമായ പരിശീലനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പരിശീലന കാലയളവ് കൊണ്ട് അവസാനിക്കേണ്ടതല്ല. സർവീസ് ജീവിതത്തിലാകെ ഉപയോഗിക്കാനുള്ളതാണ്. സ്വാഭാവികമായും നിങ്ങൾ നേടിയ കഴിവ് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളായിരിക്കണം സർവീസ് ജീവിതത്തിൽ നിങ്ങളിൽ ഉണ്ടാകേണ്ടത്. ഇന്നത്തെ കാലത്ത് സാധാരണ നിലയിൽ കാണുന്ന കുറ്റകൃത്യങ്ങൾ മാത്രമല്ല, ഒട്ടേറെ സൈബർ കുറ്റകൃത്യങ്ങൾ പെരുകിയ കാലമാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ച കുറ്റവാളികളും വലിയ തോതിൽ ഉപയോഗിക്കുകയും കേരള പോലീസ് രാജ്യത്തിൻ്റെ അഭിനന്ദനം പിടിച്ചു പറ്റുമാറുള്ള ഇടപെടലാണ് ഇതിനകത്ത് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ആ തരത്തിൽ തന്നെ ആ കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് പ്രാപ്തരാകേണ്ടതായിട്ടുണ്ട്. സേന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ മികവിൽ നിൽക്കുന്നതല്ല, കൂട്ടായ്മയാണ് ഏറ്റവും പ്രധാനം. ആ കൂട്ടായ്മ ശക്തിപ്പെടുത്താനാകണം. കേരളത്തിലെ പോലീസിന് ഒട്ടേറെ യശസ് നേടാൻ കഴിഞ്ഞ കാലമാണ്. നല്ല പേര്
പലതരത്തിൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ വളരെ അപൂർവമായി ചില അത്യപൂർവം സേനാംഗങ്ങൾ തെറ്റായ രീതിയിൽ പെരുമാറുന്നവരുണ്ട്. അത് ഗൗരവമായി കരുതലോടെ നീങ്ങേണ്ടതാണ്. നിങ്ങൾ ഇടപഴകുന്നവർ നിങ്ങൾക്ക് ഇടപഴകാൻ പറ്റുന്നവർ മാത്രമായിരിക്കണം. സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ആളുകളുണ്ട്. ക്രിമിനലുകളും ക്രിമിനൽ സ്വഭാവം തൊഴിലാക്കി മാറ്റിയവരും ചിലർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുമായി ചങ്ങാത്തം കൂടലോ പരസ്യമായി അവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടതാണ് എന്ന പ്രതീതി സൃഷ്ടിക്കലോ ഒരു തരത്തിലും പോലീസ് സേനയ്ക്ക് ചേർന്നതല്ല. ചിലർ അത്തരം കാര്യങ്ങളുടെ മേലെ നടപടികൾക്ക് വിധേയരാകേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ മാതൃകാപരമായി ആ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരാകണം. നല്ല ബന്ധങ്ങൾ മാത്രമേ തുടരാൻ പാടുള്ളൂ. ഒരു തരത്തിലുള്ള അനാശാസ്യ വ്യക്തികളുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ ഇടവരുത്. കാരണം അതവർ ദുരുപയോഗപ്പെടുത്തും. അത് പോലീസിൻ്റെ സൽപ്പേരിനാണ് ദോഷമുണ്ടാക്കുക. നമ്മുടെ നാട് ഒട്ടേറെ നേട്ടങ്ങൾ കൊയ്യുന്നൊരു നാടാണ്. എന്നാൽ അടുത്ത കാലത്തായി വലിയ തോതിൽ ലഹരി മാഫിയ നാടിനെ പിടികൂടാൻ ശ്രമിക്കുക. ഇതിൽ ഫലപ്രദമായ ഇടപെടലാണ് പോലീസ് സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എക്സൈസും പോലീസും വളരെ നല്ല നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ നാം സ്വീകരിക്കേണ്ട സമീപനം, ഒരു വ്യക്തി ആ വ്യക്തി ചിലപ്പോൾ പ്രായപൂർത്തിയായ ആളാകാം, പ്രായപൂർത്തിയാകാത്ത ആളുമാകാം. പ്രായപൂർത്തിയാകാത്തവരിലേക്ക് ലഹരി മാഫിയ പല വഴിയിലൂടെ കേന്ദ്രീകരിക്കുന്നതെന്നതാണ് നാടിൻ്റെ അനുഭവം. അപ്പോൾ ആ വ്യക്തിയെ ഇതിൽ നിന്ന് മുക്തമാക്കലാണ് ഏറ്റവും വലിയ കടമ. അതാരോ ആവട്ടെ, ഒരു കുടുംബത്തിൻ്റെ, ഒരു നാടിൻ്റെ വേദനയായി മാറുകയാണ്. ആ വ്യക്തി ലഹരിക്കടിപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിന്തറ്റിക് ലഹരികൾ വലിയ തോതിൽ മനുഷ്യനല്ലാതാക്കുകയാണ്. സാധാരണഗതിയിൽ മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നും ആ ആളിൽ നിന്ന് പ്രതീക്ഷിക്കാനാവുന്നില്ല. അപ്പോൾ ഒരാളായാലും എത്രയാളായാലും നമ്മുടെ നാടിനാണ് അത് ദോഷം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകളെ അതിൽ നിന്ന് മുക്തമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതിനുതകുന്ന നല്ല പ്രവർത്തനം മാതൃകാപരമായി ഇപ്പോൾ നടത്തുന്നുണ്ട്. അത് ശക്തിപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയേണ്ടതാണ്. നല്ല യശസ്സോടെ പോലീസ് സേനയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയണം. തൻ്റേതായ പ്രവർത്തനത്തിലൂടെ സേനയുടെ യശസ് വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ.
ഒരു തരത്തിലും താൻ മൂലം ആ യശസ്സിന് കോട്ടമുണ്ടാക്കില്ല എന്ന ജാഗ്രത എല്ലാ സമയവും നിങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും കേരള പോലീസിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. അങ്ങയുടെ വിലയേറിയ വാക്കുകൾക്കും നൽകിയ സന്ദേശത്തിനും ആദരപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സമയം പരേഡ് കമാൻഡർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ ബിപിൻ ജോൺ ബാബുജി പാസിംഗ് ഔട്ട് പരേഡ് പൂർത്തിയാക്കാനുള്ള അനുമതി ബഹുമാനപ്പെട്ട മുഖ്യാതിഥിയിൽ നിന്നും വാങ്ങുന്ന ചടങ്ങാണ് നടക്കുന്നത്. Sir, thank you for your valuable words and message. At this time, the parade commander, Sub-Inspector of Police, Sri Bipin John Babuji, requests the esteemed chief guest for granting permission to complete the passing out parade. Attention! Runners, go! Stop! Kindly grant the permission to clear off the parade, sir. ഇവിടെ ഈ പാസിംഗ് ഔട്ട് പരേഡ് പര്യവസാനത്തിലേക്ക് കേരള പോലീസ് അക്കാദമി എന്ന ബൃഹത്തായ പാഠശാലയുടെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ട ഒരേ ദിശാബോധമുള്ള 118 കർമ്മനിരതരുടെ നിര ഈ ധന്യ നിമിഷങ്ങൾ തങ്ങളുടെ ഹൃദയത്തിൽ നിത്യഹരിതമായ സ്മരണയാക്കി വീണ്ടും ഒത്തുചേരാനായി നമുക്കിപ്പോൾ പിരിയാം എന്ന ആശയം ഉൾക്കൊണ്ട് വിരമിക്കലിന്റെയും വിജയത്തിന്റെയും ഈണങ്ങളുടെ പാണ്ഡവാദ്യ ആവിഷ്കാരം ഇപ്പോൾ സമാരംഭിക്കുന്നതോടെ ഒരിക്കലും മാറ്റുകയാത്ത നിരവധി അനവധി ജീവിത മുഹൂർത്തങ്ങൾ നെഞ്ചിലേറ്റി പ്രിയ പരിശീലനാർത്ഥികൾ വിടവാങ്ങുന്നു. തങ്ങളുടെ കർമ്മപഥത്തിലേക്ക് ജ്വലന വേഗമാളുന്നു. In succession, increase, in sound, In the middle of the difficulty lies opportunity. മഹാനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുകളുടെ നടുവിലാണ് അവസരം. ഇന്ന് എണ്ണമറ്റ വെല്ലുവിളികളും കഷ്ടപ്പാടുകളും അതിജീവിച്ച് കൈമുതലാക്കിയ സ്ഥിരോത്സാഹം തങ്ങളെ ആന്തരിക നേട്ടത്തിലേക്ക് നയിക്കുന്നു എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവായി ഈ ഉദ്യോഗസ്ഥർ നിലകൊള്ളുന്നു. ഈ നാഴികക്കല്ല് അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ആഘോഷമാണ്.
ജ്ഞാനം പകരുന്ന വിദ്യാലയം നൽകിയ അറിവിൻ്റെ അനശ്വരമായ സമ്പാദ്യം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഏറെ ശുഭകാര്യങ്ങൾ ഒതുക്കുന്ന എല്ലാ ഗുരുക്കന്മാരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഏവരുടെയും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ഇവർ കർമ്മപദത്തിലേക്ക് നടന്നെടുക്കട്ടെ. ഇവരുടെ ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും യഥാർത്ഥ അനുകമ്പയുടെ ഓരോ ആഖ്യവും നമ്മുടെ ഹൃദയങ്ങളെ പോഷിപ്പിക്കട്ടെ. അതിലൂടെ നമ്മുടെ നാടിൻ്റെ ഭാവി ഭാസ്വരമാകട്ടെ. പരേഡിൻ്റെ ഏറ്റവും സജീവമായതും സർവോപരി ഹൃദയസ്പർശവുമായ ചടങ്ങാണ് ഇവിടെ പുരോഗമിക്കുന്നത്. സാന്നിധ്യത്താൽ ഈ ചടങ്ങ് ധന്യമാക്കിയ മുഖ്യാതിഥി ആദരണീയനായ കേരള സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്കും ബഹുമാന്യനായ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ശേഖർ സാഹിബ് IPS അവർക്കും കേരള പോലീസ് അക്കാദമി ഡയറക്ടർ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ K. സേതുരാമൻ IPS അവർക്കും പോലീസ് സേനയിലെയും മറ്റു വകുപ്പുകളിലെയും എല്ലാ ഉന്നത ഉദ്യോഗസ്ഥർക്കും പ്രിയപ്പെട്ട പരിശീലനാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്കും ആദരണീയരായ പ്രിയ ജനപ്രതിനിധികൾക്കും എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഈ പാസിംഗ് ഔട്ട് പരേഡിന്റെ വിജയത്തിനായി മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പോലീസിന്റെയും കേരള പോലീസ് അക്കാദമിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. Thank you, one and all dignitaries, for your esteemed participation. Kerala Police and Kerala Police Academy express heartfelt gratitude to all the well-wishers who worked in front and behind for the success of this passing out parade. Jai Hind.